രാജ്യത്തെ ന്യൂനപക്ഷ പിന്നോക്ക ദളിത് ജനതയുടെ സംരക്ഷണത്തിനായി ഇന്ത്യൻ പാർലമെന്റിൽ ഫാസിസ്റ്റ് ദുർഭൂതങ്ങളെ ഭയക്കാതെ നിരന്തരമായി പോരാടുന്ന മുസ്ലിം ലീഗ് ലോക്സഭാ പാർലമെന്ററി പാർട്ടി ലീഡർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP മുസ്ലിം ലീഗ് മഹാറാലിയെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിനന്ദനായ നമ്മുടെ നാഷണൽ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ സാഹിബ് അവர்கள், നമ്മുടെ പ്രിയപ്പെട്ട എക്കാലത്തെയും മാർഗദർശിയായ വന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവர்கள், ഇവിടെ ഈ സ്റ്റേജിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം നമ്മുടെ ജനപ്രതിനിധികൾ, MLA-മാർ, MP-മാർ, മറ്റ് സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട എല്ലാവരുമുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ ദീർഘമായി പലരും സംസാരിച്ചു. അങ്ങനെ ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ധാരാളമായിട്ട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നാം പുലർത്തിപ്പോരുന്ന നയത്തിൻ്റെ പ്രസക്തി എല്ലാം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഈ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വലിയൊരു പാർട്ടിയല്ല. നമ്മളെക്കാൾ വലിയ പാർട്ടികൾ ഇവിടെയുണ്ട്. പക്ഷേ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മറ്റാർക്കുമില്ലാത്ത ചില നന്മകളുണ്ട്. ആ നന്മകളിൽ ഏറ്റവും പ്രധാനമായത് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള മനുഷ്യ സമ്പത്ത് എന്ന അനുഗ്രഹമാണ്. അത് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ വൃദ്ധന്മാർ, നമ്മുടെ അടുത്ത പ്രായക്കാർ, ഏതാളുകളാകട്ടെ, എന്തൊരു ദൗത്യം അവരെ ഏൽപ്പിച്ചാലും അള്ളാഹുവിനെ മുൻനിർത്തി ഭംഗിയായി അത് ചെയ്തു തീർക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. ആ സമ്പത്തിൻ്റെ നിദർശനമാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൃദയംഗമായി ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. എല്ലായിടത്തും ശുദ്ധിയായി. ഇതിപ്പോൾ ഒന്നിവിടെ എങ്ങനെയാണെങ്കിൽ 3-4 ദിവസം മുമ്പ് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് വളരെ മീറ്റർ ഉയരത്തിൽ വയനാട്ടിൽ ഈ നേതാക്കന്മാരോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ആ പരിപാടി നടക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, 5-10 മിനിറ്റ് വീഡിയോ. ആ വീഡിയോ ഇതാക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഓഡിയൻസ് ഇരിക്കുന്നിടത്ത് കുറച്ച് ഡാർക്കായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ദുരന്തം വരുന്ന സമയത്ത് രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാർ അവരെല്ലാം അവിടെ ഒരു സൈഡിൽ ഇരുത്തിയിരുന്നു. പിന്നെ ആ വീഡിയോ നിർത്തി ലൈറ്റ് വന്നപ്പോൾ ആ ദുരന്തത്തെ നേരിട്ട് കണ്ട ആൾക്കാരുടെ കണ്ണിൽ നിന്ന് നിൽക്കാതെ കണ്ണീർ പൊഴിക്കുന്നുണ്ടായി. സ്റ്റേജിലിരിക്കുന്ന ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആർദ്രതയുടെ ഏറ്റവും വലിയ ഭാവമായിരുന്നു ആ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞത്. ആരും ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന സായുജ്യമാണ്. ആ സായുജ്യമാണ് അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞത്. മുസ്ലിം ലീഗിന് ഒരു കാലത്ത് പരിഹസിച്ചവരുണ്ടായിരുന്നു. വിദ്യാഭ്യാസമുള്ളവരുണ്ടായ ലീഗ് ഉണ്ടാവില്ല. CH ചെയ്ത പ്രശ്നങ്ങളെ പറ്റിയൊക്കെ അങ്ങനെ അതിൻ്റെ ആ പ്രതീക്ഷയെപ്പറ്റി പറഞ്ഞപ്പോൾ ഇകഴ്ത്തി കാണിച്ചവരുണ്ടായി. മുസ്ലിം ലീഗ് വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും അഭിമാന പുരസ്സരം കാൽവയ്ക്കുകയാണ്. ഇപ്പോൾ ഞാൻ 2-3 ദിവസം മുമ്പ് ചില പിള്ളേരും കൂടി ഒരു നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഇപ്പുറത്താണ്. അപ്പോൾ CHൻ്റെ പ്രസംഗമുണ്ട്. അപ്പോൾ അത് പണ്ട് റെക്കോർഡ് ചെയ്ത കുറേ പ്രസംഗങ്ങളുണ്ട്. അതിലേതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ CH അന്ന് പ്രസരിപ്പോട് കൂടി കണ്ട CH, ധവളിമയാർന്ന മുഖത്തോടു കൂടി നമ്മൾ കണ്ട CH, ഉജ്ജ്വലമായി നമ്മൾ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന CH,
അദ്ദേഹത്തെ അതിൻ്റെ ചിത്രം ഭംഗിയായി ഞങ്ങൾ സി എച്ചിനെ നേരിട്ട് കണ്ടവരാണ്, സി എച്ചിൻ്റെ രൂപം കണ്ടവരാണ്, സി എച്ചിൻ്റെ കൂടെ യാത്ര ചെയ്തവരാണ്. ഞാൻ കുട്ടികളെ ചോദിച്ചത് ഇതെങ്ങനെ നിങ്ങൾ ഒപ്പിച്ചെടുത്തത്? അവർ പറഞ്ഞു, ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക ടെക്നോളജിയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പശ്ചാത്തലത്തിൽ അവർ നെയ്തെടുത്തതാണ് ആ മനോഹരമായ ചിത്രം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മോഡേൺ ടെക്നോളജിയിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയുടെ മുമ്പിൽ നടക്കുന്ന പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു എന്നതിന് കാലം സാക്ഷി. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് എടുക്കുന്നതും ആ സമീപനം തന്നെയാണ്. ഇവിടെ കുറേ ആളുകൾ ചോദിച്ചിരുന്നു, കുറച്ചാൾ ഇപ്പോഴാണ് 5 ആളായത്, 1-2 ആൾ ഡൽഹിക്ക് പോയിട്ട് എന്താ കാര്യം? മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളായി പാർലമെന്റിൽ ചെന്ന പ്രതിനിധികൾ മുസ്ലിം ലീഗ് ഉണ്ടായിട്ട് എന്താണ് കാര്യമെന്ന ചോദ്യത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ മറുപടി പറയുകയായി. അത് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ്. വലിയ പ്രശ്നമായിരുന്നു. അത്യാവശ്യം ബാത്റൂമിൽ പോകാൻ പോലും പേടിയായിരുന്നു. ഇവരെന്തെല്ലാം കുസൃതിയാണ് കാണിക്കുന്നത് അറിയാമില്ലായിരുന്നു. ഞങ്ങൾ 5 പേരും 1 മിനിറ്റ് പോലും പോകാതെ അവിടെ നിന്നത് പാർട്ടി പഠിപ്പിച്ച തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതവിടെ പ്രകടിപ്പിക്കാൻ സാധിച്ചു. ഇന്ന് മറ്റെല്ലാ പാർട്ടികളും നടക്കുന്നതിന് മുമ്പേ മുസ്ലിം ലീഗ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുമ്പാകെ എത്തി. CAA സമയത്ത് ധൈര്യം കാണിച്ചു. ആ ധൈര്യം ഞങ്ങൾക്ക് നൽകിയത് നിങ്ങളാണ്. നിങ്ങളെപ്പോലെ പ്രതിഭാശാലിയായ ആളുകൾ നടത്തിയുള്ള ധീരോദാത്തമായ സമീപനത്തിൻ്റെ പര്യായങ്ങളായി ഞങ്ങൾ നിലകൊള്ളുകയാണ്. ഇത് എല്ലാവർക്കും പങ്കുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല. ഈ ഘട്ടത്തിലൊക്കെ BJP ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായി ഒരു നിമിഷം പോലും ഞങ്ങൾ മിണ്ടാതിരുന്നിട്ടില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കുട്ടികൾ, ചെറുപ്പക്കാർ, പാട്ടെഴുതുന്നവർ, മുദ്രാവാക്യം പിടിക്കുന്നവർ, ഗ്രീൻ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളവർ, വോളണ്ടിയേഴ്സ്, ഇവരുടെ എല്ലാവരും ഏറ്റവും വലിയ സമ്പത്തുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. അതിന് പൈസൻ്റെ വിലയല്ല ആ സമ്പത്തിൻ്റെ വില മതിക്കുവാൻ മനുഷ്യശക്തിക്ക് സാധ്യമല്ലാത്ത വിധത്തിലുള്ള മാൻ പവർ ജനറേഷൻ നടത്താൻ കഴിഞ്ഞു വന്നതാണ് ലീഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഈ കാര്യത്തിലുണ്ട്. ഈ കാര്യത്തിൽ ഇപ്പോൾ നമുക്കിവിടെ സാധാരണ ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് സെമിനാറിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ പറയാറുണ്ട്, വാട്ട് ഈസ് ദ ടേക്ക് അവേ? മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന കഴിഞ്ഞ സമയത്ത് ടേക്ക് അവേ എന്താണ്? വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വിചാരിക്കുന്നു, നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെപ്പറ്റി, അവരുടെ ചെയ്തികളെപ്പറ്റി, അവരുടെ പൊളിറ്റിക്കൽ ക്യാരക്ടറിനെ പറ്റി ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു നിർവചനമുണ്ട്. ആ നിർവചനം എന്താണ്? അദ്ദേഹം പറഞ്ഞു, കാവൽക്കാരൻ കയ്യേറ്റക്കാരനാവുന്നത്. ബ്യൂട്ടിഫുൾ റീഡിഫൈനിങ് ദി തിങ്. പുനരാവിഷ്കരണമാണ്. തങ്ങളുമായി എഴുതി പറഞ്ഞിട്ടുള്ള വാക്ക് എഴുത്തുകാരൻ്റെ കൈ കൊടുത്താൽ ഒരു മഹാഗ്രന്ഥം ആധുനിക ഇന്ത്യൻ സാഹചര്യങ്ങളെപ്പറ്റി പറയാനതിലുണ്ട്. ടേക്ക് അവേ ഓഫ് ദ മീറ്റിംഗ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ പര്യായം തന്നെയാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചു എന്താണ് ഭരണഘടന? ഭരണഘടന എന്താണ്? ഇവിടെ പറഞ്ഞതിൻ്റെ സ്നേഹിതന്മാർ വരും. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 25, 30, 29 ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്താ കാര്യം? ഒരു ഭരണിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി ആ ഭരണി പ്രതിഷ്ഠിച്ച പോലെ നിൽക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന. അതിൻ്റെ അലകും പിടിയും പോയിരിക്കുന്നു. അതുപോട്ടെ, ഈ ഭരണഘടനയിൽ ഇതൊക്കെ ഉള്ളതിൻ്റെ പുറമെ ഇപ്പം എന്താ വെച്ചാൽ വേറൊരു വിദ്യ, ഓപ്പൺ ജനറൽ ലൈസൻസ് ടു ദി സ്റ്റേറ്റ്സ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഇഷ്ടം പോലെ നിയമം ഉണ്ടാക്കിക്കോ. ആ നിയമത്തിന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തുടർച്ചയായ നിയമനിർമ്മാണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പശുവിൻ്റെ സംരക്ഷണം, അതുപോലെ തന്നെ മുത്തലാഖ് ബില്ല്, ആൻറ്റി കൺവേർഷൻ ആക്ട്. ഇവിടെ ഇന്ത്യയിൽ ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 15 ഇത് പ്രകാരം കൺവേർഷനെ പറ്റിയുള്ള സംഗതിയുണ്ട്, മതപരമായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? അവർ നിയമനിർമ്മാണം ഉണ്ടാക്കുന്നു. ആൻറ്റി കൺവേർഷൻ ആക്ട്, ലവ് ജിഹാദ് ആക്ട്, ഇതുപോലെ നിയമനിർമ്മാണം ആർക്ക് വേണ്ടിയാണ്? ഭരണഘടന പിച്ച് ചിന്തിയാണ്. ഭരണഘടന കാവൽക്കാരായി നിർത്തിയിട്ട് തോന്നിയാസം ചെയ്യുകയാണ്.
അതിനെതിരായിട്ട് ധാർമ്മിക രോഷം ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പം തന്നെ ഉണ്ടല്ലോ, ഇതിന് നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും മറ്റുള്ളവരൊക്കെ ഇതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നേതാക്കന്മാരിവിടെ വന്നു. ഒരു കാര്യമുണ്ട്, കേസ് എവിടെ വരുന്നു, ജയിക്കുന്നു തോൽക്കുന്നു അല്ല പ്രശ്നം. നിതീഷ് കുമാറിന് ഒരു കണക്കൂട്ടലുണ്ടായി, നരേന്ദ്രമോദിയുടെ കൂടെ നിന്നാൽ കുറച്ച് ഡെവലപ്മെന്റ് കിട്ടും. ശരി, ബജറ്റ് വന്ന സമയത്ത് അത് ബീഹാർ, ഇത് ബീഹാർ, അത് ബീഹാർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? അള്ളാഹു അത്ഭുതം കാണിക്കുന്നവനാണ്. ഞാൻ അവിടെ നമ്മുടെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അവിടെ പോയിരുന്നു. ഞാൻ നമ്മുടെ മുസ്ലിം പേഴ്സണൽ ബോർഡിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു പാറ്റ്നയിൽ. അത് ഞാൻ പങ്കെടുത്തു. അത്ഭുതം നിങ്ങളോട് പറയട്ടെ, അൽഹംദുലില്ലാ. അവർ പറയാണ്, ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മൈനോറിറ്റി പങ്കെടുത്ത ഒരു പ്രകടനം ഉണ്ടായിട്ടില്ല. അവിടെ കാലിൽ ചുവട്ടിൽ നിന്ന് മണ്ണൊഴുകി പോവുകയാണ്. നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന് സ്വന്തം പാളയത്തിൽ നിന്ന് പടയുയരുന്നു എന്നതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം. ആ ഒരു സ്വഭാവത്തിലേക്ക് രാജ്യം പോവുകയാണ്. നമ്മൾ കാണുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ ഇവർ കാട്ടിയ വിദ്യ ചുരുക്കിയാൻ പറയുകയാണ്. നേരത്തെ ഒരു ആക്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ അമെൻമെൻറ്റ് ഉണ്ടായിരുന്നു 2013. നമ്മുടെ റഹ്മാൻ സാഹിബ് എന്ന ന്യൂനപക്ഷത്തിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന അമെൻമെൻറ്റ് വഖഫ് ബോർഡ് നിയമത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. അതെന്തായിരുന്നു അദ്ദേഹം ചെയ്തത്? വഖഫ് ഒഴിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമായിരുന്നു. അതിന് മുമ്പ് റഹ്മാൻ ഖാൻ്റെ കാലത്ത് കൊണ്ടുവന്ന അമെൻമെൻറ്റിൽ ഒഴിപ്പിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ വളരെ നന്നായിട്ട് കൃത്യമായിട്ട് ശരിയാക്കി. ഓരോരുത്തരും വെച്ച് കെട്ടലാണ്. അവർ ഒഴിപ്പിക്കാൻ നിന്നാൽ പല ജാതി പ്രശ്നം, ആ ആക്ട്, ഈ ആക്ട്, മറ്റേ ആക്ട്. ഓവർ റൈഡിങ് പവറോടുകൂടി മറ്റെല്ലാ നിയമത്തെക്കാൾ വലുതായി വഖഫ് ആക്ട് നിൽക്കുമെന്ന ഭേദഗതി അന്ന് കൊണ്ടുവന്നു 2013 JPC. അന്ന് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ സാഹിബായിരുന്നു. ഞാൻ ആ 15ാം ലോക്സഭയിൽ ഞാൻ ഉണ്ടായിരുന്ന ആളാണ്. അതിൻ്റെ ഒരു പ്രസംഗിക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. പിന്നെ എന്തായിരുന്നു, 100 രൂപ, 200 രൂപ, 500 രൂപയ്ക്ക് ലീസിന് കൊടുക്കുക. ആ JPC റിപ്പോർട്ട് പ്രകാരം ക്യാൻസൽ ചെയ്തൊന്നു മാത്രമല്ല, അതങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് വിലയ്ക്ക് കൊടുക്കണമെന്ന് തീരുമാനം വന്നു. ആ സ്വഭാവത്തിൽ നിരവധി കാര്യങ്ങൾ അതിലുണ്ടായി. അതുപോലെ തന്നെ അസലൊരു ക്ലോസ് ഉണ്ടായി. ഞാൻ പാർലമെൻറ്റ് പ്രസംഗിച്ചത് എന്താ വെച്ചാൽ, വഖഫിൻ്റെ കൂടെ മുസ്ലിമീങ്ങളെ വഖഫ് ചെയ്യുന്നത് ശരി, ആ മുസ്ലിമീങ്ങളായിട്ടുള്ള സ്നേഹിതന്മാർക്ക് വഖഫിൻ്റെ കൂടെ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ അന്നത്തെ ആക്ട് ഉണ്ടായി. അതങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ആദ്യം ചെയ്തൊരു കത്രയമായിട്ടാണ് വഖഫ് സംരക്ഷിക്കുന്നതിന് വേണ്ടി 2013 അമെൻമെൻറ്റിൽ കൊണ്ടുവന്ന നിയമങ്ങൾ, ആ നിയമത്തെ പൊളിക്കാൻ വേണ്ടി കത്രിയെടുത്ത് വെട്ടിമാറ്റി. ഡിലീറ്റ് ഒറ്റ വർത്തമാനമാണ്. എന്താ ഡിലീറ്റ് ചെയ്തത്? അതിൻ്റെ ആത്മാവിനെയാണ് ഡിലീറ്റ് ചെയ്തത്. ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ള കാര്യം അതുതന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റു കാര്യങ്ങളേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇവിടെ ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി പരിശ്രമങ്ങൾ നടക്കുന്ന ഈ നാട്ടിൽ എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേതാക്കന്മാർ പറഞ്ഞു, ഞാൻ വിശദീകരിക്കുന്നില്ല. വഖഫ് ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മുസ്ലിമീങ്ങൾ തന്നെയായാലും എന്താ കുഴപ്പം? അല്ലാതെ ആവേണ്ടതല്ലേ? ഞാൻ പാർലമെൻറ്റിൽ എൻ്റെ കയ്യിൽ 35ഓളം, ഞാൻ വേണമെങ്കിൽ പ്രസിന് കൊടുക്കാം, 35ഓളം ഈ ഇതിൻ്റെ ഗവേണിംഗ് ബോഡി, എക്സിക്യൂട്ടീവ് കൗൺസിൽ, അതുപോലെയുള്ള സംഗതികളിൽ പ്രാതിനിധ്യത്തെപ്പറ്റി പറഞ്ഞതിൻ്റെ കട്ടിങ്സ് എൻ്റെ കയ്യിലുണ്ട്. അവിടെ ഒന്നും അത്ര പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ. അതിലെല്ലാം പറഞ്ഞിരുന്നത്, അതിൽ പറഞ്ഞുള്ള കാര്യം കാശിയിലെ കാര്യമാണ് ഞാൻ ഒന്ന് ഉന്നയിച്ചത്. അത്രേ സമയം കിട്ടും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ നിയമാവലിയിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭരണം, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ കൺട്രോൾ, അതിൻ്റെ സൂപ്പർവിഷൻ എല്ലാം ആ മതത്തിൽ മാത്രം നിക്ഷിപ്തമാണ്. അങ്ങനെ ഏതാണ്ട് 35ഓളം സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ മുസ്ലിം ആവണമെന്നില്ല. മാത്രമല്ല നോൺ മുസ്ലിംസ് ഉണ്ടാകണം. നോൺ മുസ്ലിംസിനുള്ള ആർക്കും വെറുപ്പില്ല. ആർക്ക് വെറുപ്പുണ്ടെങ്കിലും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് തളി ക്ഷേത്ര സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് നോക്കിയിട്ട്
ക്ഷേത്രത്തിന് മുമ്പിൽ കാവൽ നിൽക്കാൻ ബഹുമാനപ്പെട്ട താങ്കൾ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ തീരുമാനമെടുക്കുകയും കാവൽ നിൽക്കുകയും ചെയ്തത്. ഹിന്ദു സമുദായത്തിൻ്റെ വികാരവിചാരങ്ങൾ, ആ വികാരവിചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച പാരമ്പര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആരെന്തൊക്കെ പ്രചരണം നടത്തിയിരുന്നാലും ഈ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കളുടെ ആത്മാർത്ഥതയിൽ ഞങ്ങളെക്കുറിച്ചൊരു സംശയമില്ലാത്തത്. നിസ്തുലമായ സത്യസന്ധമായ സമീപനമാണ് ഞങ്ങളെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്നും ഏറ്റെടുക്കുന്ന പോലെ നിർമ്മലമായ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നെ വിജയിപ്പിക്കുന്ന കാര്യം നമ്മൾ പരിശ്രമിച്ചാൽ മതി. അള്ളാഹിൻ്റെ പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത് പരിശ്രമിച്ചോളി എന്നാണ്. നിങ്ങൾ മുന്നറിയിപ്പുകാരാണ്, നിങ്ങൾ താക്കീതുകാരാണ്. അത് നമുക്ക് ബാധകമാണ്. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും കടമ്പകളുണ്ടെങ്കിലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിനെ മുൻനിർത്തി പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആ വിശ്വാസം ദൃഢീകരിച്ചുകൊണ്ട് നമ്മളെ പാർട്ടി ഏൽപ്പിച്ച ഈ ദൗത്യം, ആരൊക്കെ ഏതെല്ലാം കേന്ദ്രങ്ങളിൽ എന്തൊക്കെ ചെയ്യണമെന്ന ദൗത്യം ഭംഗിയായി നിർവഹിക്കുക. ഈ നിഷേധികൾക്കെതിരായി, ജനാധിപത്യത്തെ, മതേതരത്തെ കശാപ്പ് ചെയ്യുന്ന ശക്തികൾക്കെതിരായി ഈ പവിത്രമായ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് കേട്ടതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.